ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക്സിവൽ. ഇപ്പോൾ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്ന ടോപ്പിക്കാണ് കുറച്ച് നാളായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇനിയുള്ളത് ലാസ്റ്റ് പാർട്ട് വീഡിയോസ് ആയിരിക്കും. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ് ഒരു ക്ലാസ്സും കൂടെ ആകുമ്പോഴേക്കും എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്ന ടോപ്പിക്ക് ഫുള്ള് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. വരാൻ പോകുന്ന എക്സാംസിനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്ന് പറയുന്നത്. ഓവർസിയർ ലെവൽ എക്സാംസിനാലും എ ലെവൽ എക്സാംസിനാലും ജൂനിയർ ഇൻസ്ട്രക്ടർ ട്രേസർ എക്സാംസിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്ന് പറയുന്നത്. നന്നായി പഠിക്കുകയാണെങ്കിൽ നല്ല മാർക്കിന് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കും കൂടെയാണ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ബാലൻസ് ടോപ്പിക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാം. Circle is a plane figure bounded by a curve formed by the locus of a point which moves at a fixed distance from a stationary point called center. അതായത് സെൻറ്റർ ആയിരിക്കും ഒരു ഫിക്സഡ് പോയിൻ്റ് എന്ന് പറയുന്നത്. ആ ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്നും ഫിക്സഡ് ഡിസ്റ്റൻസിലോട്ട് ഒരു കർവ് മൂവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു പ്ലെയിൻ ഫിഗറാണ് സർക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ പോകുന്ന ആ ഒരു ഇതിനാണ് മൂവ് ചെയ്യുന്നതിന് ലോക്കസ് എന്ന് പറയുന്നത്. ആ മൂവ് ചെയ്യുന്ന അതിനൊരു പാത്തിനെയാണ് ലോക്കസ് എന്ന് പറയുന്നത്. സർക്കിൾ ഇസ് എ പ്ലെയിൻ ഫിഗർ ബൗണ്ടഡ് ബൈ എ കാർ ഫോർമഡ് ബൈ ദ ലോക്കസ് ഓഫ് എ പോയിന്റ് വിച്ച് മൂവ്സ് അറ്റ് എ ഫിക്സഡ് ഡിസ്റ്റൻസ് ഫ്രം എ സ്റ്റേഷനറി പോയിന്റ്. ഒരു ഫിക്സഡ് ഡിസ്റ്റൻസ് സ്റ്റേഷനറി പോയിന്റ് നിന്നും ഫിക്സഡ് ഡിസ്റ്റൻസിലോട്ട് മൂവ് ചെയ്യുന്ന ഒരു കർവ് മൂവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു കർവ്, അതാണ് സർക്കിൾ എന്ന് പറയുന്നത്. When the sum of the two angles is equal to 90 degree which is called complementary angle. രണ്ട് ആംഗിളിൻ്റെ സമ്മ് 90 ഡിഗ്രിയാണ് കിട്ടുന്നതെങ്കിൽ അങ്ങനത്തെ ആംഗിളിനാണ് കോംപ്ലിമെൻ്ററി ആംഗിൾസ് എന്ന് പറയുന്നത്. If we cut a cone by a plane, the section obtained at plane of intersection is called conic section. ഒരു കോണ് കട്ട് ചെയ്യുക, പ്ലെയിനിൽ ഇങ്ങനെ ഒരു കോൺ നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അപ്പോൾ കിട്ടുന്ന ആ ഒരു സെക്ഷനെയാണ് കോണിക് സെക്ഷൻ എന്ന് പറയുന്നത്. കർവ്ഡ് ലൈൻ ഈസ് ദ പാത്ത് ഓഫ് എ പോയിന്റ് വിച്ച് ഓൾവേസ് ചേഞ്ചസ് ഇറ്റ്സ് ഡയറക്ഷൻ. അതുപോലെ കർവ്ഡ് ലൈൻ എന്ന് പറയുമ്പോൾ ഒരു പോയിന്റ് മൂവ് ചെയ്യുന്ന ഓരോ പല പാത്തിലായിട്ട് ഇപ്പോൾ കർവായിട്ട് മൂവ് ചെയ്യും, സ്ട്രൈറ്റ് ആയിട്ട് ലൈനായിട്ടൊക്കെ മൂവ് ചെയ്യും. അപ്പോൾ അതിൽ മൂവ് ചെയ്യുന്ന ഒരു പാത്താണ് കർവ്ഡ് ലൈൻ എന്ന് പറയുന്നത്. അതെന്ന് വെച്ചാൽ കർവ്ഡ് ലൈനിലെ ഡയറക്ഷൻസ് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. A curve generated by a fixed point on the circumference of a circle which rolls without slipping along a fixed straight line is called cycloid. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് സൈക്ലോയിഡ് എന്ന് പറയുന്നത്, കർവാണ് സൈക്ലോയിഡ് എന്ന് പറയുന്നത്. സൈക്ലോയിഡ് എന്ന് പറയുന്നത് നമ്മൾ ഒരു സർക്കിളിൻ്റെ സർക്കംഫറൻസിൽ ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്ന് റോൾ ചെയ്യുമ്പോൾ ഫിക്സഡ് സ്ട്രൈറ്റ് ലൈനിലോട്ട് പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു കർവിനെയാണ് സൈക്ലോയിഡ് എന്ന് പറയുന്നത്. എ കർവ് ജനറേറ്റഡ് ബൈ എ ഫിക്സഡ് പോയിന്റ് ഓൺ ദ സർക്കംഫറൻസ് ഓഫ് എ സർക്കിളിൻ്റെ സർക്കംഫറൻസിൽ നിന്നുള്ള ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഒരു കർവാണ് വിച്ച് റോൾസ് വിത്തൗട്ട് സ്ലിപ്പിംഗ് അലോങ് എ ഫിക്സഡ് സ്ട്രൈറ്റ് ലൈൻ. സ്ലിപ്പൊന്നും ചെയ്യാതെ തന്നെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള സ്ട്രൈറ്റ് ലൈനിലോട്ട് റോൾ ചെയ്ത് പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു കർവാണ് സൈക്ലോയിഡ് എന്ന് പറയുന്നത്. മുമ്പത്തെ ക്ലാസ്സുകളിൽ സൈക്ലോയിഡിൻ്റെ 2 ടൈപ്സ് പഠിച്ചിട്ടുണ്ട്, എപ്പി സൈക്ലോയിഡും ഹൈപ്പർ സൈക്ലോയിഡും. ഔട്ട്സൈഡ് ദ സർക്കിളാണ് റോൾ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അത് എപ്പി സൈക്ലോയിഡും, ഇൻസൈഡ് ദ സർക്കിളാണെങ്കിൽ ഹൈപ്പർ സൈക്ലോയിഡും എന്നാണ് പറയുന്നത്. അത് മുമ്പത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ടൈപ്പൊക്കെ. ഇപ്പോൾ സൈക്ലോയിഡിൻ്റെ സബ് ഡിവിഷൻസാണ് എപ്പി സൈക്ലോയിഡും ഹൈപ്പോ സൈക്ലോയിഡൊക്കെ വരുന്നത്. റെഗുലർ പോളിഗൺ ഹാവിങ് 10 ഈക്വൽ സൈഡ് ഈസ് കോൾഡ് ഡെക്കഗൺ. സിമ്പിളായിട്ട് നമ്മൾ ഓരോരോ 6 ആണെങ്കിൽ ഹെക്സാഗൺ, 7 ആണെങ്കിൽ ഹെപ്റ്റഗൺ, 8 ആണെങ്കിൽ ഒക്ടഗൺ, പിന്നെ ഞാണഗൺ, പിന്നെ ഡെക്കഗൺ. അങ്ങനെ 10 ഈക്വൽ സൈഡ് ആണെങ്കിൽ ഡെക്കഗൺ എന്നാണ് പറയുന്നത്. ദ എക്സ്റ്റൻഷൻ ലൈൻ ഷുഡ് എക്സ്റ്റെൻഡ് 3 mm ബിയോണ്ട് ദ ഡയമെൻഷൻ ലൈൻ. ഡയമെൻഷൻ ലൈനിൽ നിന്നും 3 mm ബിയോണ്ട് ആയിട്ടായിരിക്കും എക്സ്റ്റൻഷൻ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഈ എക്സ്റ്റൻഷനൊക്കെ വരുന്നത്. 3 mm ആയിരിക്കും. Divider is used for setting dimensions from the scale to the drawing. ഡിവൈഡർ നമുക്കറിയാം, നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് ബോക്സിലുള്ള ഡിവൈഡർ നോർമൽ ഡിവൈഡറാണ്. ആ ഡിവൈഡർ എന്ന് പറയുന്നത് നമ്മൾ ഡ്രോയിങ്ങിൽ നമ്മൾ ഡയമെൻഷൻസൊക്കെ മാർക്ക് ചെയ്യാനാണ്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സ്കെയിലിൽ നമ്മൾ ആ ഒരു ഡയമെൻഷൻ സ്കെയിലിൽ നമ്മൾ എടുക്കും. സ്കെയിൽ എടുത്തിട്ട് അതിൽ നമ്മളിപ്പോൾ 4 സെൻറ്റിമീറ്റർ ആണെങ്കിൽ നമ്മൾ സ്കെയിലിൽ 4 സെൻറ്റിമീറ്റർ ഡിവൈഡർ വെച്ച് എടുത്തിട്ട് ആ സെയിം ആ ഒരു കിട്ടുന്ന അപ്പോൾ ആ ഡിവൈഡർ നമുക്ക് ഒരു സ്പേസ് കിട്ടും. ആ സെയിം നമ്മൾ ഡ്രോയിങ് ഷീറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാതാണ് നമ്മൾ ഡിവൈഡർ യൂസ് ചെയ്ത് നമ്മൾ ഡ്രോയിങ്ങിൽ വരയ്ക്കുന്നത്. നമ്മൾ ഡയമെൻഷൻസൊക്കെ അങ്ങനെയാണ് നമ്മൾ വരച്ച് ചെയ്യുന്നത്. അപ്പോൾ അതാണ് പറയുന്നത്, സ്കെയിലിൽ നിന്നും ഡ്രോയിങ്ങിലോട്ട് ഡയമെൻഷൻസ് സെറ്റ് ചെയ്യുന്നതാണ് ഡിവൈഡർ ചെയ്യുന്നത്. The lead of the drawing pencil is sharpened to chisel edge is used for drawing lines. നമ്മൾ ഈ പെൻസിലിൻ്റെ ലെഡ് എന്നാൽ നമ്മൾ എൻഡ് ആ ഒരു ബ്ലാക്ക് കളർ ആ ഒരു
പോയിന്റ് നമ്മൾ ഷാർപ്പൻ ചെയ്ത് ചിസലിൻ്റെ ഷേപ്പിൽ, ചിസൽ എഡ്ജ് ആ ഒരു ഷേപ്പിൽ നമ്മൾ ഷാർപ്പൻ ചെയ്യും. അപ്പോൾ അത് അങ്ങനെ ഷാർപ്പൻ ചെയ്ത് ഡ്രോയിങ് ലൈൻസ് വരയ്ക്കാൻ വേണ്ടിയാണ് കൂടുതലായിട്ട് ആ ഒരു ഷേപ്പിലോട്ട് ഷാർപ്പൻ ചെയ്തത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ചോദിച്ചിട്ടുള്ളതാണ് ചിസൽ എഡ്ജ് ഡ്രോയിങ് ലൈൻസ് ആണ് അതിൻ്റെ പർപ്പസ്. ചിസൽ എഡ്ജിൻ്റെ അത് ഡ്രോയിങ് ലൈൻസ് ആണ്. എ സർക്കിൾ വിൽ അപ്പിയർ ആസ് എലിപ്സ് ഓൺ ആൻ ഐസോമെട്രിക് ഡ്രോയിങ്. ഒരു ഐസോമെട്രിക് ഡ്രോയിങ്ങിൽ സർക്കിളിനെ എലിപ്സ് ആയിട്ടാണ് കാണാൻ കഴിയുന്നത്. എക്സ്റ്റെൻഡഡ് വെർണർ ഈസ് പ്രൊവൈഡഡ് ഇൻ അപ്നി ലെവൽ. അപ്നി ലെവൽ എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്ട്രുമെൻ്റാണ്. അപ്നി ലെവലിൽ യൂസ് ചെയ്യുന്ന ടൈപ്പ് വെർണിയർ എന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻഡഡ് വെർണിയർ ആയിരിക്കും. തമ്പ് പിൻസ് ആർ യൂസ്ഡ് ഇൻ ഡ്രോയിങ് ബോർഡ് ടു ഫിക്സ് ദ ഷീറ്റ്. സിമ്പിളാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ ഡ്രോയിങ് ബോർഡിൽ നമ്മൾ ഡ്രോയിങ് ഷീറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയാണ് തമ്പ് പിൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ നാലെങ്കിലും ഇങ്ങനെ പിൻ ചെയ്ത് വയ്ക്കുന്നതാണ് തമ്പ് പിൻസ്. എ കർവ്ഡ് റൂളർ യൂസ്ഡ് ഫോർ ഡ്രോയിങ് ഇറഗുലർ കർവ്സ് ദാറ്റ് ആർ നെയ്തർ സർക്കിൾസ് നോർ സർക്കുലർ ആർക്സ് ഈസ് ഫ്രഞ്ച് കർവ്സ്. ഒരു കർവ്ഡ് റൂളറാണ്. ഇറഗുലർ കർവ്സ് വരയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കർവ്ഡ് റൂളറാണ്. അത് സർക്കിൾസും അല്ല നോൺ സർക്കുലർ ആർക്കും അല്ലാത്ത ഇറഗുലറായിട്ട് യൂസ് ചെയ്യാൻ വരയ്ക്കുന്ന റൂളറാണ് ഫ്രഞ്ച് കർവ്സ് എന്ന് പറയുന്നത്. ഇൻ കോമ്പസ് എച്ച് ഗ്രേഡ് പെൻസിൽ ഈസ് യൂസ്ഡ്. നമ്മൾ കോമ്പസിൽ യൂസ് ചെയ്യുന്ന പെൻസിലിൻ്റെ ഗ്രേഡ് എന്ന് പറഞ്ഞാൽ എച്ച് ഗ്രേഡാണ്. ബോത്ത് എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ ഡീറ്റെയിൽസ് ആർ ഷോൺ ഇൻ വൺ വ്യൂ ഈസ് ഹാഫ് സെക്ഷൻ. അത് ഒരു വ്യൂവിൽ തന്നെ ഇൻറ്റേർണൽ ഡീറ്റെയിൽസും എക്സ്റ്റേണൽ ഡീറ്റെയിൽസും കാണുന്നതാണ് ഹാഫ് സെക്ഷൻ എന്ന് പറയുന്നത്. ദ സൈസ് ഓഫ് ദ ലെറ്റർ ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ ഇറ്റ്സ് ഹൈറ്റ്. ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ആയിട്ട് ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ലെറ്ററിൻ്റെ സൈസ്, ദ സൈസ് ഓഫ് ലെറ്റർ ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ ഇറ്റ്സ് ഹൈറ്റിൻ്റെ ഹൈറ്റാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ലെറ്ററിൻ്റെ സൈസിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഹൈറ്റാണ്. എ പോളിഹെഡ്ര ഹാസ് 6 ഈക്വൽ സ്ക്വയർ ഫേസസ് ഈസ് കോൾഡ് ഹെക്സാഹെഡ്രൺ. 6 ഈക്വൽ സ്ക്വയർ ഫേസസ് ഉള്ളതിനാണ് ഹെക്സാഹെഡ്രൺ എന്ന് പറയുന്നത്. ഒരു പോളിഹെഡ്രയാണ് ഹെക്സാഹെഡ്രൺ, 6 ഈക്വൽ സ്ക്വയർ ഫേസസ്. ദ ലെങ്ത് ഓഫ് ദ ഡ്രോയിങ് ഷീറ്റ് ക്യാൻ ബി ഹൊറിസോണ്ടൽ ഓർ വെർട്ടിക്കൽ വൈൽ ഡ്രോയിങ്. നമ്മൾ ഡ്രോയിങ് ഷീറ്റിൻ്റെ ലെങ്ത് ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ ഹൊറിസോണ്ടൽ ആയിരിക്കും അല്ലെങ്കിൽ വെർട്ടിക്കൽ ആയിരിക്കും. വെർട്ടിക്കൽ അല്ലെങ്കിൽ ഹൊറിസോണ്ടലായിട്ട് വെച്ചായിരിക്കും നമ്മൾ വരയ്ക്കുന്നത്. ദ പാത്ത് ഓഫ് എ പോയിന്റ് വിച്ച് മൂവ്സ് ഇൻ സ്പേസ് ഈസ് നോൺ ആസ് ലോക്കസ്. നേരത്തെ നമ്മൾ സൈക്ലോണിൻ്റെ കാര്യം പറഞ്ഞു. ആ ഒരു പോയിന്റ് മൂവ് ചെയ്യുന്ന ആ ഒരു പാത്തിനെയാണ് അതിനാണ് ലോക്കസ് എന്ന് പറയുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. The IS code recommended for trimmed drawing sheet is IS 10711/2001. ഇമ്പോർട്ടൻ്റ് ആണ് IS കോഡുകൾ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ചോദിച്ചിട്ടുള്ള IS കോഡ് ഇപ്പോൾ രണ്ട് IS കോഡും പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള IS കോഡ്സ് ആണ്. അറ്റ്ലീസ്റ്റ് ചോദിച്ചിട്ടുള്ള IS കോഡെങ്കിലും പഠിച്ച് വയ്ക്കുക. ഡ്രോയിങ് ഷീറ്റിൻ്റെ IS കോഡ് എന്നത് 10711/2001. Single stroke lettering recommended by BAS for use in engineering drawing is IS 9609/83. ഒരു സിംഗിൾ സ്ട്രോക്ക് ലെറ്ററിങ് IS കോഡ് എൻ്റെ റെക്കമെൻഡ് ചെയ്തതെന്ന് വെച്ചാൽ IS 9609/83. ഇത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ സർഫസ് ഓഫ് എ പിരമിഡ് കൺസിസ്റ്റ് ഓഫ് എ നമ്പർ ഓഫ് ഈക്വൽ ഐസോസെലസ് ട്രയാങ്കിൾസ് ഇൻ കോണ്ടാക്ട്. ഒരു പിരമിഡിൻ്റെ ഡെവലപ്മെൻറ്റിൽ എന്താ പറയുക, നമ്പർ ഓഫ് ഈക്വൽ ഐസോസെലസ് ട്രയാങ്കിൾസ് ആണ് ഉള്ളത്. ആസ് പെർ BAS സ്റ്റാൻഡേർഡ്, ദ 3 വ്യൂസ് കോമൺലി ഷോൺ ഓൺ ആൻ ഓർത്തോഗ്രാഫിക് ഡ്രോയിങ് ആർ ടോപ്പ്, ഫ്രണ്ട് ആൻഡ് ലെഫ്റ്റ് സൈഡ്. ഇത് നമുക്കറിയാവുന്നതാണ്, നമ്മൾ ഡ്രോയിങ്ങിൽ നമ്മൾ വരയ്ക്കുന്നതാണ്. നമ്മളൊരു ആസ് പെർ BAS സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഒരു ഓർത്തോഗ്രാഫിക് ഡ്രോയിങ്ങിൽ നമുക്ക് 3 വ്യൂസ് കാണാൻ പറ്റും: ടോപ്പ് വ്യൂ, ഫ്രണ്ട് വ്യൂ ആൻഡ് ലെഫ്റ്റ് സൈഡ് വ്യൂ. മിനി ഡ്രാഫ്റ്റർ ഇസ് എ സിമ്പിൾ ആൻഡ് സ്മോൾ ഷേപ്ഡ് ഇൻസ്ട്രുമെൻറ്റ് ഫോർ ദ ഡ്രാഫ്റ്റിംഗ് മെഷീൻ. നമ്മൾ ഡ്രാഫ്റ്റിംഗ് മെഷീനിൽ ഉള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് മിനി ഡ്രാഫ്റ്റർ എന്ന് പറയുന്നത്. Parabola is a cornice section having one focus and one direction. മുമ്പ് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പരാബോള. മിനി ഡ്രാഫ്റ്റർ എന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പരാബോള എന്ന് പറയുന്നത് പരാബോളയ്ക്ക് ഒരു ഫോക്കസും ഒരു ഡയറക്ട്രസും ആണ് ഉള്ളത്. when a line is parallel to HP, it will not have HT. അതായത് HP എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ HP BB നമ്മൾ ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ, വെർട്ടിക്കൽ പ്രൊജക്ഷൻ എന്നാണ് HP ഒരു ലൈൻ ഈസ് പാരലൽ ടു HP. ഒരു ലൈന് HPക്ക് പാരലൽ ആണ് എങ്കിൽ അതിന് എന്തായാലും HT ഉണ്ട്. HT എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ട്രേസ് ഉണ്ടാവത്തില്ല. HT. റൈറ്റ് സോൾഡ് ഈസ് എ സോൾഡ് ഹൂസ് ആക്സിസ് ഈസ് പെർപെൻഡിക്കുലർ ടു ഈസ് ബേസ്. റൈറ്റ് സോൾഡ് എന്ന് പറഞ്ഞൊരു സോൾഡാണ്. അതിൻ്റെ ആക്സിസ് എന്ന് പറഞ്ഞാൽ ബേസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ ഈസ് സിമിലർ ടു ഹൗ ആൻ ഒബ്ജെക്റ്റ് ലുക്സ് ലൈക്ക് വെൻ ഇറ്റ് ഈസ് വ്യൂഡ് ബൈ ദ ഹ്യൂമൻ ഐ. അപ്പോൾ പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ നമ്മുടെ ഹ്യൂമൻ ഐ കൊണ്ട് കാണുമ്പോൾ എങ്ങനെയാണ് ഇരിക്കുന്നത് ആ ഒരു വ്യൂ തന്നെയായിരിക്കും പെർസ്പെക്റ്റീവ് പ്രൊജക്ഷനിൽ ഉള്ള ആ ഒരു ഒബ്ജക്റ്റിൻ്റെ വ്യൂ എന്ന് പറയുന്നത്. അപ്പം ഇത്രയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇനി ഒരു പാർട്ടും കൂടെ ആകുമ്പോൾ അടുത്ത വീഡിയോ ലാസ്റ്റ് ഫൈനൽ പാർട്ടായിരിക്കും. അപ്പോൾ അതാരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക.
വീഡിയോസ് ആദ്യം മുതലുള്ള വീഡിയോസ് ഒരു എബോവ് 300 ക്വസ്റ്റ്യൻസാണ് സിംഗിൾ വേർഡ് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഇതുവരെ. അപ്പം ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ പോയിൻറ്റും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കാൻ ശ്രമിക്കുക. ഇത്രയും പഠിച്ചാൽ തന്നെ ഉറപ്പായിട്ടും നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്ന ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നതൊക്കെയാണെങ്കിൽ. അപ്പോൾ ലാസ്റ്റ് ഒരു പാർട്ട് വീഡിയോയും കൂടെ ഉണ്ട്, അത് അടുത്ത ക്ലാസ്സിലായിരിക്കും അത് ലാസ്റ്റ് പാർട്ട് വരുന്നത്. അപ്പം ഇതുവരെയുള്ള വീഡിയോസ് ഫുള്ള് കംപ്ലീറ്റ് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.